ഹായ്, നമുക്ക് നമ്മുടെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ആപ്പ് എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ആപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിൻ MG എന്ന് പറഞ്ഞ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം നമ്മുടെ സ്കൂളിലും കോളേജിലും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമുക്ക് തരുന്ന ഇൻഫർമേഷൻസ്, വീഡിയോസ്, അസൈൻമെൻറ്റ്സ്, അതേപോലെ തന്നെ എന്താ പറയുക, എക്സാംസ്, ഇതെല്ലാം നമുക്ക് കിട്ടാനായിട്ടുള്ള ഒരു ആപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ ചെല്ലുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേ സ്റ്റോറിൽ നമ്മൾ മൂഡിൽ എന്ന് സെർച്ച് ചെയ്യുന്നു. MOODLE എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, മൂഡിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഒരു മൂഡിൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമുക്ക് ഫസ്റ്റ് റിസൾട്ടിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൂഡിൽ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ മൂഡിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് തന്നേക്കുന്ന യൂസർ നെയിം പാസ്വേഡും കൂടി വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന എല്ലാ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ മെറ്റീരിയൽസും, ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ മൂഡിൽ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇൻസ്റ്റാളായി. ഓക്കെ, ഇൻസ്റ്റാൾ ആയതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ മെനു എടുത്ത് ഞാൻ മൂഡിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഉള്ള മൂഡിൽ ആപ്പ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളോട് എന്താ പറയുക, 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐ ആം എ ലേണർ കൊടുക്കുക. ഓക്കെ, ലേണർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് സൈറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, അതിവിടെ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഡെമോ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഡെമോ സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു. ദെൻ കണക്ട് ടു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നമ്മളോട് യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് തെറ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ശരി, ഞാൻ എന്ത് ചെയ്തു, യൂസർ നെയിം ഓക്കെ ഓക്കെ ആ പാസ്വേഡ് ശരിയായി. അപ്പം പാസ്വേഡ് നേരത്തെ തെറ്റായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, സ്റ്റുഡൻറ്റ് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിനായി. അപ്പം എനിക്ക് ഡാഷ്ബോർഡിലേക്ക് വരും. അപ്പോൾ നേരെ മുകളിൽ സൈറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണുണ്ട്. സൈറ്റ് ഹോമിൽ കൊടുക്കുക. അപ്പോൾ കോഴ്സ് കാറ്റഗറീസ് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സസിൻ്റെ ലിസ്റ്റ് വരും. എൻ്റെ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള സബ്ജക്ട്സിൻ്റെ ലിസ്റ്റ് വരും. ഇപ്പോൾ ഒറ്റ സബ്ജക്റ്റേ ഉള്ളൂ. അപ്പം ഇനി സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ താഴേക്ക് കാണും. സബ്ജക്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ നമുക്ക് ടീച്ചേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസ്, അതേപോലെ ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് അസൈൻമെൻറ്റ്സ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഞാൻ റിവോൾട്ട് ഓഫ് 1987 ക്ലിക്ക് ചെയ്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വന്നേക്കുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്താ പറയുക, അസൈൻമെൻറ്റിൻ്റെ കാര്യം തരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന അസൈൻമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിനകത്തേക്ക് സബ്മിഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അസൈൻമെൻറ്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിന് ഓഡിയോ ക്ലാസ്സിൻ്റെ കാര്യമാണെങ്കിൽ ഓഡിയോ ക്ലാസ് ക്ലിക്ക് ചെയ്താൽ ഓഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്.